അറിയാന്ന് മറിയയ്ക്കറിയാം. ഇതെന്റെ ഭാര്യ മറിയായ്ക്കും മറിയായ്ക്കും 4 മക്കളുണ്ടായിരുന്നു. മുറിക്കുട്ടന്മാരെ പോലുള്ള 4 മക്കൾ. സ്നേഹവാത്സല്യത്തോടെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി ഞങ്ങൾ അവരെ വളർത്തി. ആവശ്യത്തിന് വിദ്യാഭ്യാസവും നല്ല ജോലിക്കാരുമാക്കി. മൂത്ത മകൻ അപ്പച്ചൻകുട്ടി, രണ്ടാമത്തെ മകൻ വർഗീസ് കുട്ടി, മൂന്നാമൻ ജോസ് കുട്ടി, 4ാമത്തെ മകൻ ദൈവവിളി കേട്ടു പോയി. അവന്റെ പേര് തോമസ് കുട്ടി. സമയാസമയങ്ങളിൽ 3 പേരുടെ വിവാഹവും കഴിഞ്ഞ് തോമസ് കുട്ടി വൈദ്യുതിനുമായി. അങ്ങനെ അവർക്ക് ഭാര്യയും കുഞ്ഞുമക്കളുമായി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചു ജീവിച്ചു. ഒരു ദിവസം അത് സംഭവിച്ചു. മാതാപിതാക്കളുടെ സ്വത്ത് വേണം. അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല, ഒരിറ്റ് സ്നേഹം കൊടുക്കാൻ ആരുമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ? അപ്പച്ചനും അമ്മച്ചിയും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കോ നിങ്ങൾ? മക്കളാണ് പോലും മക്കൾ. നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാതിരുന്നതുകൊണ്ട് ഒരു തീരുമാനമാകില്ല. തോമസ് കുട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞാൻ ഒരുക്കണമെന്ന്. ഞങ്ങളും അതിന് തന്നെയാണ് വന്നേക്കണത്. ഞങ്ങളും അതിന് തന്നെയല്ലേ വന്നത്. നിങ്ങൾ 3 പേരുണ്ടല്ലോ, 10 ദിവസം വീതം അപ്പച്ചനെ അമ്മച്ചിയെ നോക്കിയാ പ്രശ്നം തീർന്നില്ലേ? ശരി അമ്മച്ചി വാ. അപ്പച്ച അമ്മച്ചി വാ, എന്റെ വീട്ടിലേക്ക് പോവാം. പിന്നെ വായിച്ചു പിടിച്ച് പരീക്ഷ എഴുതാൻ പോണല്ലേ, അവിടെ വല്ലയിടത്തും പോയി അടിഞ്ഞു വന്നിരിക്കപ്പ ഒരു വായനക്കാരൻ വന്നിരിക്കുന്നു. എന്താ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? എന്ത് പറ്റി? ഒന്നുമില്ല ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നാ മതി. നാളെ വരാം. വേണ്ട, നീ കുറച്ച് ദിവസം അവധി എടുത്തോ. അല്ല, ഈ മുതുക്കനും മുതുക്കി മുന്നിക്കാ കുതിരിക്കണ. അകത്തോട്ട് വാ, 100 കൂട്ടം പണിയുണ്ട്. എനിക്ക് സീരിയൽ കാണണം. എന്തോ ജീവിതത്തില് ഒരുപാട് സന്തോഷിച്ചവരാണ് ഞാൻ. നിന്റെയും ഈ ജീവിതത്തിനിടയില് നക്ഷത്രങ്ങളായി പേരിറങ്ങിയ നന്മകളായിരുന്നു നമ്മുടെ പൊന്നോമനകൾ. ആ മക്കള് ആദ്യത്തെ കാലം വന്നപ്പോ ഉടൻകാലിന് തൊഴുക, മുഖത്ത് കാലിൽ തൊപ്പുക. സഹിക്കുക, ഒന്നും വിളിച്ചു വരുന്നില്ല. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. വിരുന്നുകാരനെ ഒടിക്കാൻ ഭാര്യയും ഭർത്താവും വഴക്കിട്ട കഥ. മക്കളെ കണ്ടു മാന്നു കണ്ടു കൊതിക്കരുതെന്നാ കാരണവന്മാര് പറയണത്. ജീവിതാന്തം വരെ ഒരു 3 പടിയായി താനും തലരുമായി ഞാനും താനും കൂടെ 4 മക്കൾ കണ്ണുകൾ ജീവിച്ചിരിക്കെ നിന്നെ ഒരു അനാഥയാക്കാൻ എനിക്ക് വയ്യടി. വേഗം നടന്നോടി, വേഗം സൂര്യന്റെ ദുഃഖം വിട പറയും
ചുമയും കൊരയും ഇല്ലാത്ത രോഗങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകരും. Dirty fellows. മോളെ, അച്ഛന് മാറാരോഗമൊന്നുമില്ല. സാധാരണ ചുമയാ. അത് മാറിക്കൊള്ളും. മാറിക്കോളും. കുഴിയിൽ വെക്കണം. അച്ഛനും ഇവിടെ ഇരിക്കാണോ? അകത്തേക്ക് കേൾപ്പോ. എന്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ടല്ലോ, അവർ കാണാൻ കേറിപ്പോ. എന്താടാ, ഞങ്ങളെ അവര് കണ്ടാൽ കുറച്ചിലാണോ നിനക്ക്? ഈ അമ്മയുടെ ഒരു കാര്യം, അവർ വലിയ ആൾക്കാരാണ്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നിനക്കത് മറുപടി പറയാൻ പറ്റൂല. അവരെന്താടാ, മനുഷ്യന്മാരല്ലേ? അവർക്കും അപ്പനും അമ്മയും ഉണ്ടാവില്ലേ? ഓ, ഇതാ കുഴപ്പം. വാ തുറന്ന മണ്ടത്തരമേ പറയത്തുള്ളൂ. ദൈവത്തെ ഓർത്ത് അപ്പ ഒന്ന് അകത്തേക്ക് കേൾപ്പോ. ആരാ പോയത്? അപ്പനും അമ്മയാ? ചേച്ചി അല്ലല്ല, അത് ഇവിടുത്തെ സർവന്റിന്റെ അപ്പനും അമ്മയല്ലേ. എന്റെ ഡാഡിയും മമ്മിയും അമേരിക്കയിലാ. ദ്രോഹി, സ്വന്തം അപ്പനെയും അമ്മയും ജീവനോടെ കള്ളുവരികടക്കാൻ കൊതി കൊണ്ട് നിൽക്കുന്ന മൃഗമേ. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? ഇത് കണ്ടോ നീ? ഈട് നെഞ്ചിന്റെ കോളിൽ മായ്ക്കാനാവാത്ത വിധം കോറിയ